ദിവസവും കൂടി ഇവരെ കൊണ്ട് ഇരുത്താൻ ശരിക്കും അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഇന്നും ഒരു ജെന്യുവൻ റിക്വസ്റ്റ് അവരുടെ ബിഹാഫിൽ പറയുന്നു. സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. അവരുടെ ഗ്രീവൻസസിനെ പറ്റി അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു ജെന്യുവൻ ശ്രമം അവർ നടത്തണം. അതിനുവേണ്ടി സുരേഷ് ഗോപിജി ഇവിടെ വന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ സപ്പോർട്ട് എന്ത് വേണിച്ചാലും ഞങ്ങൾ അവിടെ പോയി റിക്വസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ബട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇതിന്റെ ഇനീഷ്യേറ്റീവ് എടുക്കണം, ഇവിടെ ചർച്ച തുടങ്ങണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം, എന്റെ ഒരു അഭ്യർത്ഥന. എന്തുകൊണ്ട് ജെന്യുവൻ ഇഷ്യൂ? ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള മോഡൽ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിന്റെ ഏറ്റവും ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് ആണ് ആശാ വർക്കേഴ്സ്. അവരെ ഇങ്ങനെ 32 ദിവസം ഇരുത്തി അവരെ കൂടെ ചർച്ച ചെയ്യാണ്ട് ഒരു എൻലെസ് ഒരു സമരം ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആശാ വർക്കേഴ്സ് കേരളത്തിന്റെ മെഡിക്കൽ സിസ്റ്റമിന്റെ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് അല്ലേ? അപ്പോൾ അതിന്റെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാരാണ്. അവർക്കാണ് ഇരുന്ന് ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു രാഷ്ട്രീയമല്ല കളിക്കുന്നത്, ഞാൻ ഒരു റിക്വസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഇവരെ വിളിച്ച് ഇവരെ ഇരുത്തി ഒന്ന് ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.